ഹായ്, ഹലോ, നമസ്കാരം. അങ്ങനെ വീണ്ടും പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആമപ്പാറ കണ്ടതിന് ശേഷം ഫ്ലൈറ്റ് വ്യൂ കാണാൻ പോവുകയാണ്. ആമപ്പാറയിൽ നിന്നും കുറച്ചും കൂടി ഓഫ് റോഡിൽ കൂടി മുകളിലോട്ട് ജീപ്പിൽ പോയാലേ ഫ്ലൈറ്റ് വ്യൂ കാണാൻ പറ്റുകയുള്ളൂ. ഇല്ല കുലുക്കം കുറവാ ഫ്രണ്ടില്. അവിടെ നമുക്ക് അവിടെ നമുക്ക് അടുത്ത് അവിടെ ഒരു 200 മീറ്റർ നമുക്ക് നടക്കാറുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള വഴിയല്ല. ഇതുപോലത്തെ ഗുണേക്കടം കയറും അങ്ങനെയൊന്നും റൈറ്റ് 200 റോഡ്. നമ്മൾ എളുപ്പം അങ്ങോട്ട് പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. നമ്മളവിടെ പെട്ടെന്ന് അപ്പവാകിയല്ലേ. നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്തതിന് ശേഷം ഈ വഴിയിൽ കൂടി 300ഓളം മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വ്യൂ പോയിൻറ്റിൽ എത്തിയുള്ളൂ. തമിഴ്നാടിൻ്റെ തേനി ജില്ലയിലെ ഒരു അടിപൊളി വ്യൂ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണോ നമുക്കതിൻ്റെ വ്യൂ ആസ്വദിക്കാൻ പറ്റുന്നത്, അതേ വ്യൂ തന്നെയാണ് ഈ ഫ്ലൈറ്റ് പോയിൻ്റ് വ്യൂവിൻ്റെ മുകളിൽ നിന്നിട്ട് താഴത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു പ്രദേശം രാമക്കൽമേടാണ്. ഇന്നിപ്പോൾ ഇവിടെ കാറ്റ് കുറച്ച് കുറവാണ്. ഇത് നമ്മുടെ തമിഴ്നാട് നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇത് തമിഴ്നാടിൻ്റെ തേനി ജില്ലയാണ്, കോമ്പ ഭാഗമാണിത്. അപ്പം നമ്മളത് ഈ താഴെ ഈ ടൈലിട്ടേക്കുന്ന പോലെ കാണുന്നില്ല, ടൈലിട്ടേക്കുന്ന പോലെ നമ്മൾ കാണുന്നത് അവരുടെ കൃഷിയിടം, അതായത് ഉഴുന്ന്, പരിപ്പ്, ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഉഴുതിട്ടിരിക്കുന്നതാണ്. പിന്നെ ആ നീളമുള്ള മരം കണ്ടോ, ആ ഇടയ്ക്കിടയ്ക്ക് കളമായിട്ട് തിരിച്ചിരിക്കുന്നത്, അത് ഒന്ന് തെങ്ങാണ്. അപ്പോൾ ഹൈറ്റ് കൂടിയത് തെങ്ങാണ്. അതിൻ്റെ ഇപ്പുറത്തെ വട്ടത്തിലുള്ള മരം കണ്ടോ, അത് വാളംപുളി, നമ്മുടെ സംഭരണത്തിൽ കിട്ടുന്ന വാളംപുളിയില്ലേ, കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള വീടുകളില്ല, കണ്ടോ, അങ്ങ് കണ്ടോ ഒരു വൈറ്റ് എന്ന് പറഞ്ഞാൽ ചവർ കൂട്ടിയിട്ടേക്കുന്ന പോലെ, അത് വീടും അവരുടെ ടൗണും കൂടെയാണ്. ഈ തമിഴ്നാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ ഈ കൃഷി ചെയ്യുന്നിടത്ത് അവർ വീട് വെച്ച് താമസിക്കില്ല, അവർ വീട് ഒന്നിച്ചു വെച്ച് താമസിക്കുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഇത് ഒരു ക്ഷേത്രമാണ്, അനന്തശയന ക്ഷേത്രമാണ്, അതായത് മഹാവിഷ്ണുവിന്റെ അനന്തശയനമാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ വർഷത്തില് കന്നിമാസത്തില് 4 വ്യാഴാഴ്ച മാത്രം അവിടെ നട തുറക്കും, അല്ലാത്ത സമയങ്ങളിൽ നട തുറക്കാറില്ല. ആ ടാറ്റ റോഡ് കണ്ടോ, ആ റോഡ് ആ ക്ഷേത്രത്തിലേക്ക് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് റോഡുകളില്ല, ആ ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ടുള്ളതാണ്. ഇത് രാമക്കൽമേടിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഐതിഹ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സീതാദേവീനെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ രാമൻ സീതാദേവിനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇത് കടലായിരുന്നെന്നാണ് പറയാം. അപ്പോൾ ഹനുമാന് പണിത് കൊടുത്തില്ല, ഹനുമാൻ നിർമ്മിച്ചു കൊടുത്താണ് ഈ മല എന്ന് പറയുന്നത്. അത് 3 പാറകൾ കൂട്ടി, അത് നോക്കി 1, 2, 3 പാറകൾ കൂട്ടിയാണ് ഇത് പിറക്കി വെച്ചേക്കുന്നതല്ല. അങ്ങനെയാണ് ഈ മല നിർമ്മിച്ചു കൊടുത്തത്. ശ്രീരാമൻ ആ മലയുടെ മുകളിൽ കയറി ഇന്ന് വീക്ഷിച്ചെന്നാണ് പറയുന്നത്. ഇന്ന് നേരെ അങ്ങേയറ്റം നോക്കുമ്പോൾ ലങ്കയാണ്, നമ്മുടെ മാപ്പിലൊക്കെ നോക്കിയറിയാം, ലങ്കയാണ്. അപ്പോൾ അങ്ങനെയാണ് ഐതിഹ്യം വരുന്നത്. ഇതിൻ്റെ അടിവശം സമുദ്രമായിരുന്നു. ഇതിന് 3 സൈഡും ഒരേ തൂക്കമാണ്, ഒരേ അളവിലാണ്. ആ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് നമുക്ക് നടന്നു കയറുമെന്ന് അവിടെ കാണുവാൻ
കഴിയുന്നത്. അതാണ് രാമക്കൽമേടിൻ്റെ പ്രത്യേകത. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് വ്യൂ എന്നാണ് നമ്മൾ ഈ വ്യൂവിന് പറയുന്നത്. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് കയറിയിട്ടുള്ളത് കൊണ്ട് മേഡത്തിന് അറിയാം, ഈ നമ്മൾ ഫ്ലൈറ്റ് താന്ന് വരുമ്പോൾ ഒരു വ്യൂ കിട്ടത്തില്ലേ, ആ ഒരു വ്യൂ ആയിരിക്കും ഇതെന്ന് പറയും. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റ് ഏത് ദിശയിൽ എങ്ങനെ വീശു എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടുന്നായിരിക്കും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നല്ല കാറ്റ് വീശും നമ്മളിങ്ങനെ കൈ വെച്ചുകൊണ്ടിരുന്നാൽ കൈ പൊങ്ങി. അതുപോലെ PSCയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏഷ്യയിൽ ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന സ്ഥലം രാമക്കൽമേട്. രാമക്കൽമേട് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. ഇത് ഞങ്ങളുടെ ഗൈഡ് മിസ്റ്റർ സേതു. സേതുവിൻ്റെ ഇൻഫർമേഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. I hope you all enjoy this amazing video. Thank you for watching. Bye-bye.